Director of the Year goes to... സിനിമ എന്ന് പറയുന്നത് ക്രിയേറ്റീവ് വർക്കാ. നീ കാണിക്കുന്നുണ്ടല്ലോ സിനിമയില എരപ്പാളിത്തരം. നീ പോടാ, എന്റെ ലാപ്ടോപ്പ്, എന്റെ ഇന്റർനെറ്റ്, എന്റെ ഇഷ്ടം. അങ്ങനെ ഞാൻ ഡയറക്ടറായി. ഭാവിയിൽ ഇങ്ങനൊരു സീൻ നടക്കുമെന്നാണ് പലരും കരുതിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ആരാണ് ശരിയും തെറ്റൊക്കെ അവിടെ ഇരിക്കട്ടെ, എന്നാലും ഭാവിയിൽ ഇങ്ങനൊരു സാധനം നടക്കാനേ പോകുന്നില്ല. അതായത് പലരും ഇന്ന് വിചാരിച്ചിരിക്കുന്നത് ഒരു പ്രോംപ്റ്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു ഇമേജ് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും, മറ്റൊരു പ്രോംപ്റ്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു വീഡിയോ ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും ഒരു പ്രോംപ്റ്റ് കൊടുക്കുകയാണെങ്കിൽ കിഡിലും ഒരു 2.5 മണിക്കൂറുള്ള സിനിമ നമ്മുടെ മുമ്പിലേക്ക് റെഡിയാക്കി തരുമെന്ന്. അങ്ങനെ ഒരു പ്രോംപ്റ്റ് കൊടുത്താൽ അപ്പോൾ തന്നെ ഒരു സിനിമ റെഡിയാക്കി തരാൻ വേണ്ടിയിട്ട് ഇത് ആണ്, കുപ്പിയിൽ നിന്ന് വന്ന ഭൂതമല്ലെന്നുള്ള കാര്യം എനിക്ക് പറയാനുള്ളത്. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്താണ് ഫിലിം മേക്കിംഗ്? ഇതെങ്ങനെയാണ് ഫിലിം ഇൻഡസ്ട്രിയെ ബാധിക്കാനായിട്ട് പോകുന്നത്? ഇതിനൊപ്പം തന്നെ ഏതെല്ലാം മേഖലയിൽ നിൽക്കുന്ന ആൾക്കാരെയാണ് ഇത് മുഴുവനായും ബാധിക്കുന്നത്? തുടക്കക്കാർക്ക് ഇതിൽ കിട്ടുന്ന ഏറ്റവും വലിയ അവസരങ്ങൾ എന്തെല്ലാമാണ് തുടങ്ങിയ കംപ്ലീറ്റ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് ഞാൻ വെറുതെ അങ്ങ് വേഗമായിട്ട് പറഞ്ഞു പോവുകയല്ല, കൃത്യമായിട്ട് ഏതെല്ലാം മേഖല എങ്ങനെ ബാധിക്കും, എന്ത് മാറ്റമാണ് ഈ ഒരു ഫിലിം ഇൻഡസ്ട്രിയിൽ വരാൻ പോകുന്നത് തുടങ്ങിയ കംപ്ലീറ്റ് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരു കരിയർ ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ്. ഞാൻ അമലക്ഷയ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഈ കാണുന്നതൊക്കെയാണ് ഫിലിം മേക്കിംഗ് എന്നാണ് പലരും ധരിച്ചു വെച്ചിരിക്കുന്നത്. എന്നാൽ ആക്ച്വലി ഇന്നത്തെ ക്വാളിറ്റിയിലുള്ള ഫിലിം മേക്കിംഗ് നിങ്ങൾക്ക് കാണണോ? കണ്ടു നോക്കിയോ? I'm really busy. Can you get Sophia today? What? No, I have a meeting. I can't. As it comes available, stay tuned to this channel for continuous coverage. നിങ്ങളിപ്പോൾ കണ്ട ഈ ഒരു ഫിലിമില്ലേ, ഇന്നത്തെ ടെക്നോളജി ഉപയോഗിച്ചിട്ട് 1/2 മണിക്കൂർ വരെ ദൈർഘ്യമുള്ള രീതിയിൽ ഇത്തരത്തിൽ ഫിലിം മേക്കിംഗ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഫിലിം മേക്കിങ്ങിൻ്റെ ക്വാളിറ്റി എന്തായിരിക്കുമെന്ന് ഒരു ധാരണ കിട്ടിയില്ലേ? അങ്ങനെയാണെങ്കിൽ ഫിലിം ഇൻഡസ്ട്രിയെ എങ്ങനെയായിരിക്കും ഈ ഒരു മാറ്റിമറിക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. മുമ്പത്തൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, അതായത് സെല്ലുലോയിഡ് എറയിൽ നിന്ന് ഡിജിറ്റൽ എറയിലേക്ക് മാറിയ സമയത്ത് ഫിലിം ഇൻഡസ്ട്രിയിലെ 2-3 ഡിപ്പാർട്ട്മെൻറ്റുകളെ അത് നേരിട്ട് ബാധിച്ചിരുന്നു അല്ലേ? എന്നാൽ ഇപ്പോൾ പുതിയ ഫിലിം മേക്കിംഗ് എറയിലേക്ക് വരുന്ന സമയത്ത് അത് 1-2 ഡിപ്പാർട്ട്മെൻറ്റുകളെ അല്ല ബാധിക്കാനായിട്ട് പോകുന്നത്, എൻ്റയർ ഫിലിം ഇൻഡസ്ട്രിയുടെ ആ ഒരു വർക്ക് ഫ്ലോയെ തന്നെയാണ് ബാധിക്കാനായിട്ട് പോകുന്നത്. ഇതെങ്ങനെയാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഇപ്പോഴെങ്ങനെയാണ് മലയാളം ഫിലിം ഇൻഡസ്ട്രിയുടെ ആ ഒരു വർക്കിംഗ് ഫ്ലോ എന്ന് നോക്കാം. അതായത് ഇപ്പം ഒരു തിരക്കഥ കംപ്ലീറ്റ് ചെയ്യുന്നു, നേരിട്ട് പോയിട്ട് ഒരു പ്രൊഡ്യൂസറിനോടോ ഒരു ആക്ടറിനോടോ ഡയറക്ടറിനോടോ പ്രൊഡക്ഷൻ കൺട്രോളറിനോടോ കഥ പിച്ച് ചെയ്യുന്നു. ആ കഥ അവർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നേരെ ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റിലേക്ക് പോകുന്നു. ആ ആർട്ടിസ്റ്റ് ഡേറ്റ് കൊടുക്കുകയാണെങ്കിൽ ഒരു 3 മാസം മുമ്പ് പ്രീ പ്രൊഡക്ഷൻ പരിപാടികൾ തുടങ്ങുന്നു. അങ്ങനെ പ്രീ പ്രൊഡക്ഷൻ പരിപാടികളെല്ലാം തീർന്നു കഴിഞ്ഞിട്ട് ആ ഒരു പടത്തിൻ്റെ ആക്ച്വൽ പ്രൊഡക്ഷൻ ഷൂട്ടിംഗ് തുടങ്ങുന്നു. ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് പിന്നീട് പോസ്റ്റ് പ്രൊഡക്ഷനിലേക്ക് പോകുന്നു. അപ്പോൾ ഇതിനെല്ലാം ഒരു വർക്ക് ഫ്ലോ ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫെഫ്കയിൽ 21 യൂണിയനുകളുണ്ടെങ്കിൽ ഈ 21 യൂണിയൻ്റെ അണ്ടറിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റാണ്. ആ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ അണ്ടറിലായിട്ട് 100 കണക്കിന് അല്ലെങ്കിൽ 1000 കണക്കിന് ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പം ഈ ആൾക്കാരെല്ലാം കൂടെ ഒരുമിച്ച് ഇത്രയധികം ആൾക്കാർ ഒരുമിച്ച് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യണമെങ്കിൽ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു പൈപ്പ് ലൈൻ അല്ലെങ്കിൽ ഒരു വർക്ക് ഫ്ലോ അവിടെ ഉണ്ടായിരിക്കണം അല്ലേ? അപ്പോൾ ഇങ്ങനെ പ്രോപ്പറായിട്ടൊരു വർക്ക് ഫ്ലോയും പൈപ്പ് ലൈനും ഉള്ളത് കൊണ്ടാണ് ഇത്രമധികം ഡിപ്പാർട്ട്മെൻറ്റുകളെ ഒരുമിപ്പിച്ച് ആ ഒരു ഫിലിം നല്ല രീതിയിൽ ഷൂട്ട് ചെയ്ത് ഇറക്കാനായിട്ട് പറ്റുന്നത്. ഇന്ന് നമ്മൾ കാണുന്ന മലയാള സിനിമയിൽ ആ ഒരു വർക്ക് ഫ്ലോ എന്ന് പറയുന്നത് ഒറ്റ ദിവസം കൊണ്ടുണ്ടായ പരിപാടിയല്ല. അതായത് മലയാളത്തിലെ ആദ്യത്തെ സിനിമയായിട്ടുള്ള വിഗതകുമാരൻ എന്ന് പറയുന്ന ആ ഒരു സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് JC ഡാനിയലിന് പോലും ഈ ഒരു വർക്ക് ഫ്ലോയെ പറ്റി ധാരണ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഇത്തരത്തിൽ കുറേയധികം ഇംഗ്ലീഷ് മാഗസീൻസ് വായിച്ച് പഠിച്ചിട്ടും അതുപോലെ തന്നെ ഇത്തരത്തിൽ മുംബൈയിലെ പല സ്റ്റുഡിയോകളിലൊക്കെ പോയിട്ടാണ് ഈ ഒരു ഫിലിം ഷൂട്ടിങ്ങിനെ കുറിച്ച് പഠിച്ചത് തന്നെ. അങ്ങനെ അദ്ദേഹം പഠിച്ചിട്ട് ആ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിനല്ലാതെ കൂടെ നിൽക്കുന്ന അധികം ആൾക്കാർക്കൊന്നും ഇതിനെക്കുറിച്ച് ഒരു ധാരണയില്ല. അപ്പോൾ എല്ലാവർക്കും പറഞ്ഞു കൊടുത്ത് പ്രാക്ടീസിലൂടെയാണ് അദ്ദേഹം എങ്ങനെയോ ഒരു സിനിമ അന്ന് ചെയ്തതല്ലേ. അങ്ങനെ അന്ന് തൊട്ട് ഇന്ന് വരെ മലയാളത്തിൽ 6000-ലധികം സിനിമകളാണ് ഇറങ്ങിയിട്ടുള്ളത്. ഓരോ സിനിമയുടെയും ചിത്രീകരണ വേളയിൽ ഇത്തരത്തിൽ എക്സ്പീരിയൻസിലൂടെ ചെയ്താണ് ഈ ഒരു വർക്ക് ഫ്ലോ ഇത്ര അധികം വർഷം 100 വർഷം എടുത്തിട്ട് ഈ ഒരു വർക്ക് ഫ്ലോ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്ര അധികം ആൾക്കാർ 100 വർഷം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഈ ഒരു വർക്ക് ഫ്ലോ ഇല്ലേ, ഈ ഒരു വർക്ക് ഫ്ലോ ഇനി അധികകാലം ഉണ്ടാകുകയില്ല. അതായത് ഉണ്ടാവില്ല എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു വർക്ക് ഫ്ലോ ആയിരിക്കും റീപ്ലേസ് ചെയ്യുക. എനിക്കറിയാം, ഞാനിത് പറയുമ്പോൾ നിങ്ങളിൽ പല ആൾക്കാർക്കും എന്നോട് ദേഷ്യം ഉണ്ടാകും, പല ആൾക്കാർക്ക് സങ്കടം ഉണ്ടാകും. എന്നാൽ നിങ്ങൾ സങ്കടപ്പെടേണ്ട ഒരു ആവശ്യവുമില്ല. കാരണം ഇത്
ഇത് സിനിമയെ നശിപ്പിക്കുകയല്ല, ഇപ്പോൾ സിനിമ എവിടെയാണോ നിൽക്കുന്നത് അതിനെ ഒരു പടി കൂടി, അല്ലെങ്കിൽ നമുക്ക് ചിന്തിക്കാനും പോലും പറ്റാത്ത അത്ര രീതിയിൽ അതിനെ ബെറ്റർ ആക്കാൻ പോകും, അതിനെ ഉയർത്താനായിട്ട് പോവുകയാണ്. അതായത് ഈ ഒരു വർക്ക് ഫ്ലോ ഇവിടെ വരികയാണെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യാൻ പോകുന്നത് ഇവിടുത്തെ ഫിലിം പ്രൊഡ്യൂസേഴ്സിനെയാണ്. അതായത് സിനിമയുടെ ഒരു കാലം അങ്ങ് മാറുകയാണ്. ഒരു മോശം പടം എടുത്താൽ പോലും പ്രൊഡ്യൂസറിൻ്റെ കൈ പൊള്ളാതെ, പ്രൊഡ്യൂസർക്ക് വലിയ നഷ്ടം വരാത്ത രീതിയിൽ, എന്നാൽ ഒരു വിജയിക്കുന്ന പടം എടുക്കുകയാണെങ്കിൽ വലിയ ലാഭം കൊയ്യാൻ പറ്റുന്ന ഒരു കാലത്തിലേക്കാണ് സിനിമ മാറാനായിട്ട് പോകുന്നത്. ഇത് ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് എനിക്ക് പെട്ടെന്ന് ഉറക്കം വേണ്ടിയിട്ട് ഇപ്പോൾ ബോധോദയം വന്നിട്ട് പറയുന്ന കാര്യമൊന്നുമല്ല. കൃത്യമായ റിസർച്ചും കൃത്യമായ ഡേറ്റയും ഫാക്ട്സും വെച്ചിട്ടാണ് പറഞ്ഞത്. അതിൻ്റെ എല്ലാ റെഫറൻസ് ലിങ്ക് താഴെ കൊടുക്കാം, ആവശ്യമുള്ളവർക്ക് കയറി വായിച്ച് നോക്കാൻ പറ്റുന്നതാണ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും ഈ ഒരു പരിപാടി വരിക എന്നൊരു ധാരണ നിങ്ങൾക്ക് വേണ്ടേ? അതിനായിട്ട് നമുക്ക് എന്താണ് ഈ ഒരു AI പ്രൊഡക്ഷൻ്റെ വർക്ക് ഫ്ലോ, അതെങ്ങനെ ആയിരിക്കുമെന്നുള്ളത് പറയാം. അപ്പോൾ AI ഫിലിം മേക്കിങ്ങിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. അതായത് ഒന്ന് ഹൈബ്രിഡ് AI ഫിലിം മേക്കിങ്ങും ഒന്ന് കംപ്ലീറ്റ് AI ഫിലിം മേക്കിങ്ങും. ഹൈബ്രിഡ് എന്ന് പറയുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കണക്ക് തന്നെ ഒരു സിനിമയുടെ A to Z കാര്യങ്ങൾ അത് ഗ്രീൻ സ്ക്രീനിൽ ഒരു സ്റ്റുഡിയോയിലായിരിക്കും ഷൂട്ട് ചെയ്യുക. ബാക്കി എന്തെല്ലാമാണോ ആഡ് ചെയ്യേണ്ടത് അത് AI ഉപയോഗിച്ചിട്ട് ആഡ് ചെയ്യുന്ന പരിപാടി. അപ്പോൾ നോക്കുകയാണെങ്കിൽ ആർട്ടിസ്റ്റ് അഭിനയിക്കുമ്പോൾ ആ ഒരു ഹ്യൂമൻ സോൾ കിട്ടും, ആ ഒരു അഭിനയങ്ങൾ മനുഷ്യൻ്റെ എല്ലാ പെർഫോമൻസും ബെറ്റർ ആയിരിക്കും, ബാക്ക്ഗ്രൗണ്ട് മൊത്തം AI ചെയ്ത് തരും. അപ്പോൾ സ്റ്റുഡിയോയിലായതുകൊണ്ട് തന്നെ ആ ഒരു ഷൂട്ടിംഗ് ടൈമൊക്കെ കണ്ടിന്യൂസ് എത്ര ദിവസങ്ങൾ വേണമെങ്കിലും നിർത്താതെ വേണമെങ്കിൽ ഷൂട്ട് ചെയ്യാം. എല്ലാ ആൾക്കാരും ആ ഒരു ട്രാവൽ എക്സ്പെൻസ് ഇല്ല, ബാക്കിയുള്ള കുറേ അധികം എക്സ്പെൻസ് അവിടെ കട്ടാവുന്നതായിരിക്കും. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ പല അഡ്വർടൈസ്മെൻറ്റുകളും ഞാൻ ഈ അടുത്ത് ഒരു അഡ്വർടൈസ്മെൻറ്റ് കണ്ടതാണ്. അപ്പോൾ അതിൻ്റെ പ്രൊഡക്ഷൻ കണ്ടതാണ്. അതായത് അത് ഗ്രീൻ സ്ക്രീനിൽ കംപ്ലീറ്റ് ഷൂട്ട് ചെയ്തിട്ട് ഇത്തരത്തിൽ അത് VFX വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ ചോദിക്കാം, അങ്ങനെയാണെങ്കിൽ പിന്നെ സിനിമയും VFXൽ ചെയ്തുകൂടെയെന്ന്. സിനിമ ചെയ്യുന്ന സമയത്ത് VFXന് ഭയങ്കര കോസ്റ്റാണ്. ഒരു ചെറിയ സാധനം ചെയ്യണമെങ്കിൽ പോലും ഭയങ്കര കോസ്റ്റാണ്. എന്നാൽ വെറും ചീപ്പാണുള്ളത് കൊണ്ട് തന്നെ ഒരു സിനിമ മുഴുവൻ ഗ്രീൻ സ്ക്രീനിൽ ഷൂട്ട് ചെയ്തിട്ട് അതിന് കുറച്ച് വർക്ക് ഫ്ലോയും കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. വെറുതെ അങ്ങ് ഇപ്പോൾ ചെയ്യുന്ന കണക്ക് ചെയ്യല്ല. ആ AIക്ക് വേണ്ടിയിട്ട് AI ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഇപ്പോൾ എങ്ങനെയാണോ ഒരു സിനിമ VFXൽ ഷൂട്ട് ചെയ്യുന്നത്, ഇപ്പോൾ പുലിമുരുകനൊക്കെ ആണെങ്കിൽ VFXൽ ഷൂട്ട് ചെയ്യാൻ നേരം ആ VFXൻ്റെ ടീം വന്നിട്ട് അവരാണ് പറഞ്ഞു കൊടുക്കുന്നത്, ഓക്കെ ഇന്നടുത്ത് ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഇന്ന പരിപാടികൾ ചെയ്യണമെന്നുള്ള അവരുടെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ചാണ് ആ ഒരു ഷൂട്ടിംഗ് നടക്കുന്നത്. അപ്പോൾ അതേപോലെ AI ടീമിൻ്റെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് എന്തൊക്കെയാണ് അവർക്ക് വേണ്ടതെന്നുള്ള ഇൻസ്ട്രക്ഷൻ വെച്ചിട്ട് ആ സ്റ്റുഡിയോയിൽ വെച്ചിട്ടായിരിക്കും ആ ഒരു പടത്തിൻ്റെ ഷൂട്ടിംഗ് നടക്കുക. അങ്ങനെ അതിനാണ് ഹൈബ്രിഡ് ഷൂട്ടിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഹൈബ്രിഡിനെ നമുക്ക് തൽക്കാലത്തേക്ക് മാറ്റി വെക്കാം, കാരണം ഞാൻ ആ ഒരു കഴിഞ്ഞ വീഡിയോയിൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഹൈബ്രിഡിൻ്റെ അപ്പുറത്തേക്ക് 100% AIയിൽ ഫിലിം ചെയ്യുന്നതിനെക്കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ കംപ്ലീറ്റ് AI ഫിലിം മേക്കിങ്ങിൻ്റെ ആ ഒരു വർക്ക് ഫ്ലോയിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ സിനിമയിൽ ഇപ്പം കുറേയധികം ഡിപ്പാർട്ട്മെൻറ്റുകൾ ഒരുമിച്ചാണല്ലോ വർക്ക് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ AIയിൽ ഫിലിം ചെയ്യണമെങ്കിൽ ഈ കുറേയധികം ടൂളുകളുണ്ട്, കുറേയധികം AI ടൂളുകളുണ്ട്. ഓരോ AI ടൂളിനും അതിൻ്റേതായ പർപ്പസ് ഉണ്ട്. ആ പർപ്പസ് മീറ്റ് ചെയ്യിച്ച് കൊണ്ട് വേണം അതിനെ പണിയെടുപ്പിക്കാനായിട്ട്. അതായത് പറയുകയാണെങ്കിൽ തിരക്കഥയ്ക്ക് ഒരു ടൂള്, വിഷ്വൽ ജനറേറ്റ് ചെയ്യാനായിട്ട് ഒരു ടൂള്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ജനറേറ്റ് ചെയ്യാനായിട്ട് ഒരു ടൂള്, മ്യൂസിക് ജനറേറ്റ് ചെയ്യാനായിട്ട് ഒരു ടൂള്, കളർ ഗ്രേഡിങ്ങിനും അതുപോലെ തന്നെ ആക്ഷൻ കണ്ടിന്യൂറ്റിങ്ങും ഫിസിക്സ് കറക്റ്റ് ആവാനും വേണ്ടിയിട്ട്, പിന്നെ അതുപോലെ തന്നെ ഇമോഷൻ കൺട്രോൾ ചെയ്യാനായിട്ടും അവരുടെ ആക്ടിങ്ങിൽ വരുത്തേണ്ട ചേഞ്ചസ് വരുത്താനായിട്ടും, അങ്ങനെ എന്തെല്ലാം ഒരു സിനിമയിൽ ചെയ്യണമോ അതിനെല്ലാം തന്നെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഓരോ AI ടൂളുകളുണ്ടാവും. ഈ ഓരോ AI ടൂളിനെയും ഒരാൾക്ക്, അതായത് ഒരു ഡയറക്ടർക്ക് അയാളുടെ വീട്ടിലെ ലാപ്ടോപ്പിൽ ഇരുന്നു കൊണ്ട് ഓരോ ടൂളും യൂസ് ചെയ്യാൻ അറിയാമെങ്കിൽ അയാൾക്ക് തന്നെ ഇൻപുട്ട് കൊടുത്തിട്ട് അയാൾക്ക് തന്നെ ആ ഒരു സിനിമ, അതായത് ഒരു 3-4 മാസം കൊണ്ട് അയാൾക്ക് തന്നെ വീട്ടിലിരുന്ന് അത് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത്ര അധികം ടൂളുകളെയും ഇൻറ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് അയാൾക്ക് AI ഏജൻറ്റുകളെ ഉപയോഗിക്കാനായിട്ട് പറ്റും. AI ഏജൻറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഒരു സാലറി കൊടുക്കാത്തൊരു എംപ്ലോയി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെ ഒരേ സമയം ഒരു 50-100 ഏജൻസിനെ വെച്ചിട്ട് ആ 100 മനുഷ്യർ നമുക്ക് വേണ്ടി പണിയെടുക്കുന്നതിനേക്കാളും ബെറ്റർ ആയിരിക്കും ഒരു 100 AI ഏജൻറ്റ് നമുക്ക് വേണ്ടി പണിയെടുത്ത് കഴിഞ്ഞാൽ. അങ്ങനെ ഒരു ഡയറക്ടർക്ക് അയാളുടെ വീട്ടിലിരുന്ന് ലാപ്ടോപ്പിൽ ഒരു സിനിമ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇതിനെ ഞാൻ കാണുന്നത് ഇന്ന് പല പിള്ളേരും മൊബൈൽ വന്നപ്പോൾ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് ഷോർട്ട് ഫിലിം ചെയ്തിടുന്നുണ്ടല്ലോ യൂട്യൂബിൽ. അതുപോലെ ആർക്കും ഷോർട്ട് ഫിലിം പിടിച്ച് യൂട്യൂബിൽ ഇടാൻ പറ്റുന്ന കണക്ക് തന്നെ ആർക്കും AI ഫിലിം ഉണ്ടാക്കിയിട്ട് ഒരു സിനിമ ചെയ്യാമെന്നുള്ളൊരവസ്ഥയിലാണ് ഇതിനെ ഞാൻ കാണുന്നത്. എന്നാൽ നിങ്ങൾ തിയേറ്ററിൽ കാണാൻ പോകുന്ന സിനിമ ഇതായിരിക്കില്ല. ഇത് സിനിമ ജനകീയമാകുന്നു എന്നുള്ളതേ ഉള്ളൂ. ആർക്കും തൻ്റെ മനസ്സിലുള്ള കഥയെ സിനിമയാക്കാം, വീട്ടിലിരുന്ന് 3-4 മാസം പണിയെടുത്താൽ സിനിമയാക്കാം എന്നുള്ളൊരവസ്ഥയിലേക്ക് മാറുന്നു എന്നുള്ളതേ ഉള്ളൂ. എന്നാൽ ഇതല്ല ആക്ച്വൽ തിയേറ്ററിൽ ഇറങ്ങാൻ പോകുന്ന സിനിമ. തിയേറ്ററിൽ ഇറങ്ങാൻ പോകുന്ന സിനിമയുടെ വർക്ക് ഫ്ലോ എങ്ങനെയായിരിക്കുമ്പോൾ നമുക്ക് നോക്കാം. അതായത് AI ഉപയോഗിച്ചുകൊണ്ട് ഒരു കൊമേഴ്ഷ്യൽ ഫിലിം ചെയ്ത് തിയേറ്ററിൽ ഇറക്കണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് എത്ര ടൂളുകൾ യൂസ് ചെയ്യണമോ അത്രയും ടൂളുകൾ ഉപയോഗിക്കാൻ അറിയാവുന്ന പ്രൊഫഷണൽസിനെ ഇത്തരം പ്രൊഡക്ഷൻ കമ്പനികൾ ഹയർ ചെയ്യും. അങ്ങനെ ഒരു ടീമായിട്ട് ഇരുത്തിയിട്ട് അവരിരുത്തി വർക്ക് ചെയ്തിട്ട് 1-2 മാസം കൊണ്ട് ഒരു സിനിമ ഇറക്കാൻ പറ്റുന്ന ലെവലിലേക്ക് എത്തിക്കും. എനിക്കറിയാം ഇപ്പോൾ കുറച്ച് പേര് വന്നിട്ട് കമൻറ്റ് ചെയ്യും, സിനിമയെന്ന് പറയുന്നത് ക്രിയേറ്റീവ് വർക്കാണ്, അതൊരു കലയാണ്, ടൂൾ വെച്ചൊന്നും അത് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ആരെങ്കിലും സിനിമ ചെയ്താൽ പോലും ആളുകൾ പോയി തിയേറ്ററിൽ പോയി കാണില്ല, ഇങ്ങനെയൊക്കെ കുറേ ആൾക്കാർ വന്ന് കമൻറ്റ് ചെയ്യും. നിങ്ങളുടെ അഭിപ്രായത്തോട് ഞാൻ കംപ്ലീറ്റ്ലി യോജിക്കുന്നു. നിങ്ങൾക്ക് അറിയാവുന്നൊരു ടൂളായിരിക്കും അല്ലേ ഡാവിഞ്ചി റിസോൾവ്, അല്ലെങ്കിൽ അവിടെന്ന് പറയുമ്പോഴത്തേക്കും സിനിമ എഡിറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ
ഒരു വ്യക്തി ഒരു 1-2 മാസം സമയം ചിലവഴിച്ചിട്ട് ഈ ടൂൾ പഠിക്കാമെങ്കിൽ അയാൾക്ക് നല്ലൊരു എഡിറ്റർ ആവാനായിട്ട് പറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ടൂൾ പഠിക്കുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമൊന്നുമല്ല. നമ്മുടെ വീഡിയോസ് കാണുന്ന ഒരുപാട് പേര് ഇത് ചെയ്യുന്നുണ്ടാവും, ഈ ഒരു സംഭവം ചെയ്യുന്നുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ടൂൾ പഠിച്ച് എല്ലാവർക്കും സിനിമയിൽ എഡിറ്റർ ആവാൻ പറ്റുമോ? പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഇതങ്ങ് പഠിച്ചാൽ പോരായിരുന്നോ? ചമ്മൻ ചാക്ക പോലൊക്കെയുള്ള എഡിറ്റേഴ്സിന് എന്തുകൊണ്ടാണ് ഇത്ര അധികം പടങ്ങൾ കിട്ടുന്നത്? അവർ വെറുതെ ടൂൾ ഉപയോഗിക്കാൻ മാത്രമല്ല പഠിച്ചത്, അവർക്ക് ആ ഒരു ക്രിയേറ്റീവ് വർക്ക് എങ്ങനെ എന്ത് എഡിറ്റ് ചെയ്യണമെന്നുള്ളൊരു ബേസിക് നോളജും ആ ഒരു കലയുമുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ഇത്രയധികം AI ടൂളുകളുണ്ടെന്ന് പറഞ്ഞില്ലേ, ഈ AI ടൂളുകളെല്ലാം തന്നെ യൂസ് ചെയ്യാൻ നല്ലപോലെ കഴിവുള്ള, അതായത് ക്രിയേറ്റീവായിട്ട് കഴിവുള്ള ആൾക്കാരെ ആയിരിക്കും ഈ പ്രൊഡക്ഷൻ കമ്പനികൾ എടുക്കുക. അല്ലാതെ ഈ ടൂൾ ഉപയോഗിക്കാൻ അറിയാമെന്ന് പറഞ്ഞിട്ട് വഴി കൂടെ പോകുന്ന ഏതെങ്കിലും ഒരുത്തനെ പിടിച്ച് അവിടെ ഇരുത്തില്ല. ഞാൻ ആദ്യം പറഞ്ഞ വെർഷൻ വീട്ടിലിരുന്ന് ലാപ്ടോപ്പിൽ ചെയ്യാമെന്ന് പറഞ്ഞത് അത് ഏതൊരു മനുഷ്യനും സ്വന്തം ആഗ്രഹത്തിൻ്റെ പുറത്ത് ചെയ്യാൻ പറ്റുന്നതാണ്. സിനിമ കുറച്ച് ജനകീയമാകുമെന്ന് മാത്രമേ ഉള്ളൂ. അതായത് പണ്ട് കാലത്ത് എന്താ പറയുക, ചാനലുകളിലൂടെ അല്ലെങ്കിൽ സ്വന്തമായിട്ട് കണ്ടന്റ് ഉണ്ടാക്കാനൊന്നും ആർക്കും പറ്റില്ലായിരുന്നു. പക്ഷേ മൊബൈലും സോഷ്യൽ മീഡിയ വന്നപ്പം ഒരുപാട് ആൾക്കാർ കുറച്ചുകൂടെ ജനകീയമായി ഒരുപാട് ആൾക്കാർക്ക് സോഷ്യൽ മീഡിയയിലൂടെ പൈസ ഉണ്ടാക്കാനും അവരുടെ ലൈഫ് ബെറ്റർ ആക്കാനും പറ്റി. അതുപോലെ ഇനി AI വരുമ്പോഴത്തേക്കും സിനിമ ജനകീയമാവും. കഴിവുള്ള ടാലൻ്റുള്ള കുറേ ആൾക്കാർക്ക് ഈ ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരാനും അവർക്ക് ലാപ്ടോപ്പിലൂടെ നല്ലൊരു സിനിമ ചെയ്യാൻ പറ്റുമെങ്കിൽ, അത് ടൂളിൻ്റെ മിടുക്കല്ല, ആ ചെയ്യുന്ന ആളുടെ ക്രിയേറ്റിവിറ്റിയുടെ മിടുക്കനുസരിച്ച് അയാൾക്കത് ചെയ്യാൻ പറ്റുമെങ്കിൽ പല പ്രൊഡക്ഷൻ കമ്പനികളെ അവരെ കുത്തിക്കൊണ്ട് പോകുന്നുള്ളതാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതുപോലെ തന്നെ ആയിരിക്കണം ഈ പറയുന്ന എല്ലാ AI ടൂളുകളെയും നിങ്ങൾ കാണേണ്ടത്. അതായത് സ്ക്രിപ്റ്റ് എഴുതാൻ സഹായിക്കുന്ന ഒരു ടൂളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് പോയിട്ട് പ്രോംപ്റ്റ് കൊടുത്തിട്ട് ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കി തരാൻ പറഞ്ഞാൽ ഉണ്ടാക്കി തരുന്ന ടൂളാണെന്ന് വിചാരിക്കരുത്. പകരം നിങ്ങൾ എഴുതി കംപ്ലീറ്റ് ചെയ്തൊരു സ്ക്രീൻ പ്ലേ ഓരോ സീൻ ബൈ സീൻ അതിന് കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ മുഴുവനായിട്ട് അതിന് കൊടുക്കുകയാണെങ്കിൽ, അത് നിങ്ങൾക്ക് പറഞ്ഞു തരും എവിടെയൊക്കെയാണ് പ്രശ്നങ്ങളുള്ളത്, സജഷൻസ് തരും. നിങ്ങളത് ചേഞ്ച് ചെയ്യണമെന്നല്ല പറഞ്ഞത്, സജഷൻസ് തരും. അതായത് ഇന്ന കാരണങ്ങൾ പ്രകാരം ഇത് മോശമാണ്, ഇന്ന കാരണങ്ങൾ പ്രകാരം നല്ലതാണെന്നുള്ളത്. അത് നിങ്ങളുടെ തിരക്കഥ നിങ്ങൾ മറ്റൊരാളുടെ സജഷൻ ചോദിക്കില്ലേ, അത് നിങ്ങൾ AI യോട് ചോദിക്കുന്നു, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഹെൽപ്പ് കിട്ടുകയാണ്. അത് ഒരു AI മോഡലിനോട് ആയിരിക്കില്ല നിങ്ങൾ ചോദിക്കുന്നത്, ഡിഫറൻറ്റ് AI മോഡലുകളോട് ചോദിക്കുമ്പോൾ ഡിഫറൻ്റ് ആയിട്ടുള്ള ഇൻപുട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ തന്നെയായിരിക്കും എല്ലാ ടൂളുകളും. അതായത് മ്യൂസിക് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരുത്തിനെ വിളിച്ചിരുത്തുകയല്ല, കൃത്യമായിട്ട് മ്യൂസിക് അറിയാവുന്ന ആ ഒരു മ്യൂസിക്കിൽ സ്കില്ലുള്ള ഒരാളെയായിരിക്കും AI ടൂൾ ഉപയോഗിച്ചുകൊണ്ട് മ്യൂസിക് ചെയ്യാനായിട്ട് ഇരുത്തുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം, എന്തിനാ ഒരു ടൂളുള്ള ആളെ തന്നെ വിളിക്കണം, ടൂൾ അറിയാത്ത നല്ലപോലെ പാട്ടുണ്ടാക്കുന്ന ഒരാളെ വിളിച്ചുകൂടെ എന്ന് നിങ്ങൾക്ക് ചോദിക്കാം. അവിടെയാണ് നിങ്ങൾ കോമ്പറ്റീഷൻ്റെ കാര്യം മനസ്സിലാക്കേണ്ടത്. അതായത് ടൂൾ ഉപയോഗിക്കാൻ അറിയാത്ത എന്നാലും നല്ലതുപോലെ മ്യൂസിക് ചെയ്യാൻ അറിയാവുന്ന ഒരാൾ, ഫോർ എക്സാമ്പിൾ ഇളയരാജയ്ക്ക് നല്ലതുപോലെ AI ഒന്നും അറിയില്ല, പക്ഷേ പുള്ളിക്ക് സ്വന്തമായിട്ട് മ്യൂസിക് ചെയ്യാൻ അറിയാം. എന്നാൽ ഇളയരാജയെ പോലെ തന്നെ നല്ല ടാലൻ്റുള്ള ഒരു പുതിയ പയ്യൻ, ഒരു 20 വയസ്സുള്ള ഒരു പുതിയ പയ്യൻ, അവന് നല്ല ടാലൻ്റ് ഉണ്ടാവും, നല്ല രീതിയിൽ മ്യൂസിക് ഉണ്ടാക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ അവൻ AIയുടെ സഹായം കൂടെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇളയരാജ കൊടുക്കുന്ന ഔട്ടിനേക്കാളും ബെറ്റർ ഔട്ട് അവന് കൊടുക്കാൻ പറ്റുമെന്നുള്ളത് കൊണ്ട് തന്നെ കോമ്പറ്റീഷനിൽ അവൻ വിൻ ചെയ്യും. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും എല്ലാ ആൾക്കാരും, ടാലൻ്റുള്ള എല്ലാ ആൾക്കാരും AIയുടെ ഹെൽപ്പ് കൂടി എടുക്കും. അപ്പോൾ AI ഉപയോഗിക്കുന്ന ആൾക്കാർക്കെല്ലാം തന്നെ ടോപ്പിൽ നിൽക്കും, ഉപയോഗിക്കാത്തൊരു താഴെ പോകും എന്നുള്ളതാണ്. അതുകൊണ്ടാണ്, അല്ലാതെ ഇത് മാൻഡേറ്ററി ആയിട്ട് ഇതെല്ലാ പ്രൊഡക്ഷൻ കമ്പനികളും വെക്കില്ല. ഓട്ടോമാറ്റിക്കായിട്ട് കോമ്പറ്റീഷൻ കൂടുമ്പോഴത്തേക്കും അത് യൂസ് ചെയ്യുന്നൊരു ബെറ്ററായി വരും എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് AI ഫിലിം മേക്കിംഗ് എന്ന് പറയുന്നത് വെറുതെ ഒരു പ്രോംപ്റ്റ് കൊടുക്കുമ്പോൾ ഒരു സിനിമ ഇറങ്ങി വരുന്ന പരിപാടിയല്ല. എങ്ങനെയാണ് ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് പണിയെടുക്കുന്ന അത്ര പണിയില്ലെങ്കിലും അതേപോലെ തന്നെ ഹാർഡ് വർക്കും ക്രിയേറ്റീവുമായ ഒരു പരിപാടി തന്നെയാണിത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ കേൾക്കുമ്പോൾ ഒക്കെ രസമുണ്ടല്ലേ, അടിപൊളി, എന്താ അടിപൊളി, ആർക്കും വീട്ടിലിരുന്ന് സിനിമ ചെയ്യാൻ കിടിലമാണെന്നൊക്കെ നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും. എന്നാൽ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ ഒരു പ്രശ്നം നിലനിൽക്കുന്നതുകൊണ്ടാണ് ഇന്നും 2 മണിക്കൂറുള്ള ഒരു കിടിലം കൊമേഴ്ഷ്യൽ സിനിമ AI ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റാത്തത്. ആ പ്രോബ്ലം എന്താണെന്ന് സിമ്പിളായിട്ട് പറയാം. വിഗതകുമാരൻ ഷൂട്ട് ചെയ്തിരുന്ന സമയത്ത് JC ഡാനിയൽ നേരിട്ടിരുന്ന പ്രശ്നം എന്താണോ അത് തന്നെയാണ്. അതായത് പ്രോപ്പറായിട്ടുള്ളൊരു വർക്ക് ഫ്ലോ അല്ലെങ്കിൽ ഒരു പൈപ്പ് ലൈൻ ഇത്തരത്തിൽ AI ഫിലിം മേക്കിംഗ് ഇല്ല എന്നുള്ളതാണ്. നോക്കുകയാണെങ്കിൽ കുറേയധികം ചവർ പോലെ ടൂളുകളുണ്ട്. ഈ ടൂളുകളെ എങ്ങനെ കണക്ട് ചെയ്യണം, എങ്ങനെ ഇൻ്റർ കണക്ട് ചെയ്തിട്ട് എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ള ആ ഒരു ക്ലാരിറ്റി അല്ലെങ്കിൽ ആ ഒരു സ്റ്റാൻഡേർഡായിട്ട് അത് മാറുന്ന രീതി ഉണ്ടല്ലോ, അത് ഇതുവരെ ആയിട്ടില്ല. അപ്പോൾ ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗൂഗിൾ ഉൾപ്പെടെയുള്ള പല കമ്പനികളും അല്ലെങ്കിൽ പല ചൈനീസ് കമ്പനികളും ഇത്തരത്തിൽ പല ഡയറക്ടേഴ്സുമായിട്ടും കൊളാബ് ചെയ്തിട്ട് ഇത്തരത്തിൽ ഈ ഒരു വർക്ക് ഫ്ലോ, അതായത് AI ഫിലിം മേക്കിങ്ങിന് വേണ്ടിയിട്ടുള്ളൊരു വർക്ക് ഫ്ലോയും പൈപ്പ് ലൈനും ബിൽഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. 1-2 വർഷത്തിനുള്ളിൽ അവരത് കണ്ടെത്തും. അത് കണ്ടെത്തി അവരത് ഇംപ്ലിമെൻറ്റ് ചെയ്യും. പിന്നീട് പബ്ലിക്കിലേക്ക് പതുക്കെ റോൾ ഔട്ട് ചെയ്യും. അന്നേരം പല ആൾക്കാർക്കും അത് യൂസ് ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എനിക്കിവിടെ പറയാനുള്ളത് ഗൂഗിളിനോ അല്ലെങ്കിൽ അത്തരം ചൈനീസ് കമ്പനികൾക്കോ മാത്രമല്ല, ഏതൊരു വ്യക്തിക്കും ഇത്തരത്തിൽ ഈ ഒരു പൈപ്പ് ലൈൻ ഇപ്പോൾ ബിൽഡ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഇത് ഞാൻ വെറുതെ പറയുകയല്ല. എല്ലാ ദിവസവും നമ്മൾ നോക്കുകയാണെങ്കിൽ ചവറ് പോലെ പുതിയ AI ടൂളുകൾ വരുന്നുണ്ടല്ലേ. അപ്പോൾ ചിലതൊക്കെ നല്ലതാണ്, ചിലതൊക്കെ വളരെ മോശമാണ്. അപ്പോൾ ഈ ഓരോ AI ടൂളുകൾ എടുത്തുകൊണ്ട് ഉപയോഗിക്കാനായിട്ട് പഠിച്ചിട്ട് നല്ലത് ഏത് മോശം എന്നൊന്ന് നോക്കിയിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും ഇത്തരത്തിൽ ഈ പറയുന്ന ഒരു വർക്ക് ഫ്ലോ സ്വന്തമായിട്ട് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന്
പ്രോപ്പറായിട്ടുള്ള സിനിമ നോളജ് ഉണ്ടായിരിക്കണം. അതായത് A to Z ഒരു സിനിമ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളൊരു ബേസിക് നോളജ് അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. പിന്നെ അതുപോലെ തന്നെ ഓരോ ടൂളും എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഓരോ ടൂളും എന്തിനെല്ലാം ഉപയോഗിക്കാം, അങ്ങനെ നിങ്ങൾ നോക്കി വർക്ക് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും ഇത്തരത്തിലൊരു പൈപ്പ് ലൈൻ ഇങ്ങനെ ബിൽഡ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ എൻ്റെ കേസിലേക്ക് നോക്കുകയാണെങ്കിൽ എനിക്ക് സിനിമയെക്കുറിച്ച് മോശമല്ലാത്ത ധാരണ ഉള്ളതുകൊണ്ട് അവിടെ കാര്യങ്ങൾ ഈസി ആയിരുന്നു. എന്നാൽ AI പഠിക്കുക എന്നുള്ളതായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ച് പാടുള്ള പരിപാടി. അതായത് കൃത്യം 7 മാസം മുമ്പ് തുടങ്ങിയ പരിപാടിയാണ് ഞാനിത്. അന്ന് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കാൻ പറ്റുന്നതാണ്. അന്ന് തൊട്ട് ഞാൻ പല AI ടൂളുകൾ എടുത്ത് ഉപയോഗിച്ചിട്ട്, അതായത് കുറേയധികം AI ടൂളുകൾ എന്ന് പറയുന്നത് നമുക്ക് ഫ്രീ ആണ്, ട്രയൽ ഉപയോഗിച്ചൊക്കെ നോക്കാൻ പറ്റും. എന്നാൽ ചില നല്ല ടൂളുകൾ നമ്മൾ പൈസ കൊടുത്താൽ മാത്രമേ, ട്രയൽ പോലും ഉപയോഗിക്കാൻ പറ്റില്ല, പൈസ കൊടുത്താൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ പല ടൂളുകളും യൂസ് ചെയ്ത് ഓരോന്നിനും എന്തെല്ലാം പ്രശ്നങ്ങളാണുള്ളത്. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പ്രോപ്പറായിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റുന്നില്ല, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ലൊരു ടൂൾ കണ്ടുപിടിക്കണം. അങ്ങനെ ഓരോ ടൂളുകളും കണ്ടുപിടിച്ച് അങ്ങനെയാണ് ഞാനൊരു വർക്ക് ഫ്ലോ ബിൽഡ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു വർക്ക് ഫ്ലോ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇത്തരത്തിൽ AI ഫിലിമുകൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വെറുതെ ചെയ്യുക മാത്രമല്ല, പല ഡയറക്ടേഴ്സിലും, ഇന്ന് ഇൻഡസ്ട്രിയിലുള്ള പല ഡയറക്ടേഴ്സിനും വേണ്ടിയിട്ട് ഞാൻ അത്തരത്തിൽ AI പൈലറ്റ് ഫിലിം ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ 7 മാസം എടുത്ത് ഞാൻ ബിൽഡ് ചെയ്തിട്ടുള്ള ആ ഒരു AI ഫിലിം മേക്കിംഗ് വർക്ക് ഫ്ലോയും പൈപ്പ് ലൈനും നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നടത്തുന്ന സ്ക്രീൻ റൈറ്റിംഗ് ആൻഡ് AI ഫിലിം ഡയറക്ഷൻ വർക്ക്ഷോപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഇതെന്ന് പറയുന്നത് ഒരു 3 ദിവസത്തെ വർക്ക്ഷോപ്പാണ്. ആദ്യത്തെ ദിവസം നമ്മൾ സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിനെ കുറിച്ചാണ് പഠിക്കുന്നത്, രണ്ടാമത്തെ ദിവസം AI ഫിലിം മേക്കിങ്ങിനെ കുറിച്ചും, മൂന്നാമത്തെ ദിവസം നമ്മൾ ഫിലിം ഡയറക്ഷനെ പറ്റിയാണ് പഠിക്കുന്നത്. അപ്പം സ്ക്രിപ്റ്റ് റൈറ്റിങ്ങും AI ഫിലിം മേക്കിങ്ങും ഞാൻ തന്നെയാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഫിലിം ഡയറക്ഷൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് തുണ്ട് സിനിമയുടെ ഡയറക്ടറായിട്ടുള്ള റിയാസ് ഷെരീഫ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു വർക്ക്ഷോപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത 2 ദിവസം കൊണ്ട് നിങ്ങളെ അങ്ങ് പഠിപ്പിച്ച് വിടുകയല്ല ചെയ്യുന്നത്, പകരം നിങ്ങൾക്ക് 1 വർഷത്തെ വാട്സപ്പ് സപ്പോർട്ട് കൂടി ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഈ പഠിച്ച കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് തോന്നുകയാണെങ്കിൽ അപ്പോൾ തന്നെ എൻ്റെ പേഴ്സണൽ വാട്സപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സംശയം ചോദിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ സമയമില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ വർഷത്തിൽ ഒറ്റ തവണ മാത്രമേ ലൈവ് വർക്ക്ഷോപ്പ് നടത്താറുള്ളൂ. കഴിഞ്ഞ വർഷവും ഇതേ സമയത്തായിരുന്നു നമ്മൾ വർക്ക്ഷോപ്പ് നടത്തിയിരുന്നത്. അപ്പം ഇതെന്ന് പറയുന്നത് ഒരു പെയ്ഡ് വർക്ക്ഷോപ്പാണ്. 12,000 രൂപയാണ് ഇതിൻ്റെ ജോയിനിങ് ഫീ എന്ന് പറയുന്നത്. എന്നാൽ ആദ്യം ജോയിൻ ചെയ്യുന്ന 10 പേർക്ക് വെറും 8,999 റുപ്പീസിന് ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ലിമിറ്റഡ് സീറ്റ് മാത്രമേ അവൈലബിൾ ആയിരിക്കുകയുള്ളൂ. ഓൾറെഡി ഇപ്പോൾ തന്നെ കുറേയധികം സീറ്റുകൾ ഫില്ലായിട്ടുണ്ട്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾ സിനിമയെ ഒരു സീരിയസ് ആയിട്ട് കാണുന്ന, അതിലൊരു കരിയർ ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു നല്ല അവസരമായിരിക്കും. അപ്പോൾ ഇതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ചെക്കൗട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പലരുടെയും മനസ്സിലുണ്ടാകാൻ സാധ്യതയുള്ളൊരു ഡൗട്ടുണ്ട്. അതായത് ഒരു AI ഫിലിം ചെയ്തിട്ട് തിയേറ്ററിൽ അത് ഇറങ്ങുകയാണെങ്കിൽ ആളുകൾ അത് കാണാൻ പോകുമോ എന്നുള്ളത്. അതായത് AI അഭിനയിച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ആ ഒരു ഫീലോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു ഇമോഷണൽ കണക്ഷനൊന്നും മനുഷ്യർക്ക് കിട്ടില്ല എന്നാണല്ലോ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആൾക്കാർ കാണാൻ പോകുമോ എന്നുള്ളത്. അപ്പോൾ ഒരു ഡയറക്ടറാണെങ്കിൽ, നിങ്ങളൊരു സിനിമ ചെയ്യുകയാണെങ്കിൽ അത് ആൾക്കാരെ വന്ന് കണ്ടാൽ മാത്രമേ അതിന് വാല്യൂ ഉള്ളൂ അല്ലേ. അല്ലാതെ ഇപ്പോൾ ഒരു 10 സിനിമാക്കാരെ വന്ന് കണ്ടിട്ട്, അല്ലെങ്കിൽ ബുദ്ധിജീവികളായിട്ടുള്ള 10 സിനിമാക്കാർ അത് വന്ന് കണ്ടിട്ട് കൊള്ളാം നല്ലതാണെന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. പകരം ലക്ഷക്കണക്കിന് വരുന്ന ആൾക്കാർ, മാസ് ഓഡിയൻസ് അത് നല്ലതാണെന്ന് പറയണം, അവർ എൻജോയ് ചെയ്യണം. എങ്കിൽ മാത്രമേ ആസ് എ ഡയറക്ടർ നിങ്ങൾ വിജയിക്കുകയുള്ളൂ. അപ്പം മാസ് ഓഡിയൻസിൻ്റെ അംഗീകാരം കിട്ടുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ മാസ് ഓഡിയൻസിൻ്റെ അംഗീകാരം, അതിനുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് ചരിത്രത്തിലേക്ക് പോയി നോക്കാം. BC 350 കാലഘട്ടത്തിൽ അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, ഭൂമി ഉരുണ്ടതാണ്, പരന്നതല്ല എന്ന്. അന്ന് ഈ പറഞ്ഞ മാസ് ഓഡിയൻസ് അയാളെ ഭയങ്കരമായിട്ട് എതിർത്തു, ശക്തമായിട്ട് എതിർത്തു, അയാളെ ഒറ്റപ്പെടുത്തി. പിന്നീട് കുറേ നാളുകൾക്ക് ശേഷം ഈ മാസ് ഓഡിയൻസ് അത് അംഗീകരിച്ചു, ഭൂമി എന്താണ്, പരന്നതല്ല, ഉരുണ്ടതാണെന്ന്. എന്നാൽ ഇന്നും 2026 ഭൂമി ഉരുണ്ടതല്ല, ഫ്ലാറ്റാന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഞാൻ ഈ അടുത്താണ് ഷൈൻ ടോം ചാക്കയുടെ ഒരു വീഡിയോ കണ്ടത്. പുള്ളി വന്നിട്ട് പറഞ്ഞു ഭൂമി ഫ്ലാറ്റ് ആണെന്നൊക്കെ. അതായത് സാറ്റലൈറ്റ് വരെയുള്ള ഈ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ വിശ്വസിക്കുന്ന കുറേയധികം ആൾക്കാരുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, അതായത് നമുക്ക് ഓഡിയൻസിൻ്റെ അംഗീകാരം വേണം, പക്ഷേ എല്ലാവരുടെയും അംഗീകാരമൊന്നും വേണ്ട, മാസ് ഓഡിയൻസിൻ്റെ അംഗീകാരം മതി. അരിസ്റ്റോട്ടലിന് അത് അന്ന് കിട്ടിയില്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ കിട്ടുന്നുണ്ട്. പക്ഷേ എന്നാലും കുറച്ച് ആൾക്കാരുണ്ട്, അവരെ നമുക്ക് കഴിവഴിയാം, വിട്ടേക്കാം. അതുപോലെ 16-ാം നൂറ്റാണ്ട് വരെ ആളുകളെല്ലാം വിചാരിച്ചിരുന്നത് ഭൂമി എന്ന് പറയുന്ന സ്ഥാനത്തെ സെൻറ്റർ നിർത്തിയിട്ട് സൂര്യൻ ഉൾപ്പെടെയുള്ള ബാക്കിയുള്ള ഗ്രഹങ്ങളെല്ലാം ഭൂമിയെ ചുറ്റുകയാണെന്നാണ്. എന്നാൽ ആ ഒരു സമയത്ത് ഗലീലിയോ എന്ന് പറഞ്ഞ ഒരുത്തം വന്നിട്ട് പറഞ്ഞു, അങ്ങനെയല്ല, സൂര്യനാണ് സെൻറ്ററിലുള്ളത്, ബാക്കിയെല്ലാം ഈ ഇത്തരത്തിൽ സൂര്യനെ ചുറ്റിയാണ്, ഭൂമി ഉൾപ്പെടെ സൂര്യനെ ചുറ്റിയാണെന്ന് പറഞ്ഞു. എന്നാൽ ഈ പറഞ്ഞ മാസ് ഓഡിയൻസ് ഉണ്ടല്ലോ, പുള്ളിനെ അംഗീകരിച്ചില്ല. പുള്ളിനെ എടുത്തിട്ട് അലക്കി പുള്ളീനെ അവസാനം ജയിലിൽ കൊണ്ടിട്ട് അങ്ങനെ കുറേയധികം പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായി. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം, ഏകദേശം 300-350 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ പറഞ്ഞ മാസ് ഓഡിയൻസ് പുള്ളി പറഞ്ഞത് ശരിയാണ് എന്ന് അംഗീകരിച്ചത്. അതൊക്കെ പോട്ടെ, നമ്മൾ സിനിമയെക്കുറിച്ചല്ലേ പറയുന്നത്. 1928 വിഗതകുമാരൻ എന്ന് പറഞ്ഞൊരു സിനിമ എടുക്കാനായിട്ട് JC ഡാനിയേൽ വന്ന സമയത്ത് നമ്മുടെ മലയാളികളായിട്ടുള്ള ഓഡിയൻസ് അന്നത്തെ കാലത്ത്
അവർ പോലും പുള്ളിയെ അംഗീകരിച്ചില്ല. അവർ എന്താ പറയുക, കുറേയധികം എല്ലാവരും കുറ്റപ്പെടുത്തുമായിരുന്നു അല്ലേ. അതേപോലെ പുള്ളിയെ സിനിമയെ കുറ്റപ്പെടുത്തുക, സിനിമയ്ക്ക് ശബ്ദമില്ല, സിനിമയ്ക്ക് കളറില്ല, ഒരു തരത്തിലും കൊള്ളില്ല, പല രീതിയിലുള്ള ജാതിപരമായ പ്രശ്നങ്ങളും അതും ഇതും എല്ലാമായിട്ട് പുള്ളിയെ ഒറ്റപ്പെടുത്തി. ശരിക്കും അയാളെ ആരും ട്രസ്റ്റ് പോലും ചെയ്തില്ലായിരുന്നു ആ കാലത്ത്. ആ സമയത്ത് പുള്ളി തന്നെ സ്വന്തം പണം ഉപയോഗിച്ച് സ്വന്തമായി പ്രൊഡ്യൂസ് ചെയ്ത് അങ്ങനെ ഒരു സിനിമ ഇറക്കാനായി നോക്കി പരാജയപ്പെട്ട ഒരാളാണ്. എന്നാൽ പിന്നീട് അതേ മാസ് ഓഡിയൻസ് തന്നെ സിനിമയെ അംഗീകരിക്കുകയും അദ്ദേഹത്തെ മലയാള സിനിമയുടെ പിതാവായിട്ട് അംഗീകരിക്കുകയും ചെയ്തു അല്ലേ. അപ്പം നമ്മളിവിടേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ക്ലിയർ പാറ്റേൺ കാണാൻ പറ്റും. അതായത് ഈ മാസ് ഓഡിയൻസ് എന്ന് പറഞ്ഞ ആൾക്കാർ, ഈ ഒരു ജനക്കൂട്ടം ഉണ്ടല്ലോ, ഈ ഒരു ജനക്കൂട്ടം ആദ്യം ഒന്നിനെ എതിർക്കുകയും ശക്തമായി എതിർക്കുകയും പിന്നീട് കാലക്രമേണ അതിനെ അംഗീകരിക്കുകയും ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. സിനിമയിൽ മാത്രമല്ല, നിങ്ങൾ ഏത് മേഖലയിലേക്ക് നോക്കിയാലും നമുക്കിത് കൃത്യമായിട്ട് കാണാൻ പറ്റും. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ മാസ് ഓഡിയൻസ് അല്ലെങ്കിൽ ഈ പറയുന്ന ഭൂരിഭാഗം ആൾക്കാരും വിശ്വസിക്കുന്നുണ്ട് എ വെച്ച് ചെയ്യുന്ന സിനിമ, അതായത് 100% എ വെച്ച് വരുന്ന സിനിമയൊന്നും തിയേറ്ററിൽ ആൾക്കാർക്ക് ഫീൽ കിട്ടില്ല, കണക്ഷൻ കിട്ടില്ല എന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്, അന്ധമായി അവർ വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കിയോ, ഈ ഒരു ഹ്യൂമൻ ഇമോഷനെ കൃത്യമായിട്ട് റിപ്ലിക്കേറ്റ് ചെയ്യാനും അത് സ്ക്രീനിലൂടെ കാണിച്ച് ആൾക്കാരെ പിടിച്ചിരുത്താനും എക്ക് സാധിക്കും. ആ ഒരു കാലഘട്ടത്തിലേക്കാണ് എത്തുന്നത്. ഇപ്പോൾ ആളുകൾ സമ്മതിച്ചില്ലെങ്കിലും ഇതേ പാറ്റേൺ വീണ്ടും റിപ്പീറ്റ് ചെയ്യും. ഇപ്പോൾ ആളുകൾ സമ്മതിച്ചില്ലെങ്കിലും കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും, ഒരു 5-10 കൊല്ലം കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുന്ന സിനിമ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി 100% ഈ സാധനമായിരിക്കും. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, തിയേറ്ററിൽ വരുന്ന ഈ മാസ് ഓഡിയൻസില്ലേ, ഈ മാസ് ഓഡിയൻസിന് അവരിപ്പോൾ തിയേറ്ററിൽ കാണുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീൽ എന്താണ്, ആ ഒരു ഒറിജിനാലിറ്റി അല്ലെങ്കിൽ ആ ഒരു ഫീൽ എന്താണോ അത് കൊടുക്കാൻ എയ്ക്ക് പറ്റുകയാണെങ്കിൽ തിയേറ്ററിൽ വരുന്ന ആൾക്കാർ ചിന്തിക്കില്ല, അവർ ചോദിക്കില്ല ഇത് എ വെച്ചെടുത്തതാണോ ഒറിജിനൽ എടുത്തതാണോ എന്നൊന്നും അവർ ചോദിക്കില്ല. അവർ പൈസ തന്ന് കണ്ടിട്ട് ഹാപ്പി ആയിട്ട് പോകുക തന്നെ ചെയ്യും. ഇനി നിങ്ങൾ കുറച്ചുകൂടെ ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമുണ്ട്. അതായത് ഇപ്പം എന്താ പറയുക, ഒരു എയ്ക്കൊരു പൈപ്പ് ലൈൻ അല്ലെങ്കിൽ ഒരു വർക്ക് ഫ്ലോ ഉണ്ടായി, ഓക്കെ ഫൈൻ. അത് കഴിഞ്ഞിട്ട് അത് കൊടുക്കുന്ന റിസൾട്ട് എന്ന് പറഞ്ഞാൽ ബെറ്ററാണ്, അടിപൊളി റിസൾട്ടാണ്, അത് കാണാൻ ആൾക്കാരും ഓക്കെയാണ്. ഇപ്പോൾ യൂട്യൂബിലൊക്കെ ആൾക്കാർ നല്ല രീതിയിൽ അത് കാണുന്നുണ്ട്. എന്നാൽ ഇവിടുത്തെ പ്രൊഡക്ഷൻ കമ്പനികൾ ഇത്തരത്തിൽ ഈ ഒരു ഫിലിം മേക്കിംഗ് ചെയ്യാൻ തയ്യാറാകുമോ എന്നുള്ള ചോദ്യം. അപ്പം നമുക്കിപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കാം. ഇപ്പോഴുള്ള എക്സ് എന്ന് പറഞ്ഞൊരു പ്രൊഡക്ഷൻ കമ്പനി, അവർക്ക് താല്പര്യമില്ല, അവർക്ക് ഈ ഒരു രീതിയിൽ വെച്ച് ചെയ്യാൻ താല്പര്യമില്ല, അവർക്ക് പഴയ രീതിയിൽ തന്നെ ചെയ്യാനാണ് താല്പര്യം എന്ന് കരുതുക. അവർ പഴയ പ്രൊഡക്ഷൻ രീതി ഫോളോ ചെയ്യുന്നു, പഴയ രീതിയിൽ ഇപ്പോഴുള്ള രീതിയിൽ ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു പോകുന്നു, ഫൈൻ, അടിപൊളി. എന്നാൽ പുതിയതായിട്ട് വരുന്ന ഒരു പ്രൊഡക്ഷൻ കമ്പനി, പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തൊരു ഫിലിം പ്രൊഡക്ഷൻ കമ്പനി, ഇപ്പോൾ എത്രയോ പ്രൊഡക്ഷൻ കമ്പനികളാണ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരുപാട് പൈസ ഒന്നും കാണില്ല. അപ്പോൾ അവരെന്താ ചെയ്യുക, നല്ലൊരു സ്റ്റോറി കണ്ടെത്തിയിട്ട് വെച്ചിട്ട് തന്നെ ഈ ഒരു സാധനം ചെയ്യാനായിട്ട് നോക്കും. അപ്പോൾ അവർ ഈ പറഞ്ഞ ട്രഡീഷണൽ രീതിയിൽ നിന്ന് മാറിയിട്ട് ചെറിയ ബഡ്ജറ്റിൽ ചെയ്തിട്ട് ഹൈ ക്വാളിറ്റിയിൽ തിയേറ്ററിൽ ഒരു സാധനം ഇറക്കി അത് വിജയിച്ച് അവർക്ക് വലിയ ലാഭം കിട്ടുകയാണെങ്കിൽ, അങ്ങനെ ലാഭം കിട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ ഒരു സർവൈവൽ ഉണ്ടാകും. അതായത് ചെറിയ ബഡ്ജറ്റിൽ എടുത്ത് വലിയ ലാഭം ഉണ്ടാക്കുന്ന വെച്ച് ചെയ്യുന്ന കുറേയധികം പ്രൊഡക്ഷൻ കമ്പനികൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇനി പടം പൊട്ടിയാൽ പോലും അവർക്ക് വലിയ നഷ്ടമില്ല, കാരണം വെച്ച് ചെയ്തത് കൊണ്ട് വലിയ ചിലവ് കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അവർക്ക് സർവൈവ് ചെയ്ത് പോകാൻ പറ്റും. എന്നാൽ ഈ ട്രഡീഷണൽ രീതിയിൽ ഫോളോ ചെയ്യുന്ന പ്രൊഡക്ഷൻ കമ്പനികൾ 1-2 പടം പൊട്ടിയാൽ തന്നെ ഒരുപാട് ബഡ്ജറ്റ് ഇറക്കുന്നത് കൊണ്ട് എന്ത് പറ്റും, അവർ പിന്നോട്ട് പോകാൻ തുടങ്ങും. അപ്പം ഈ യൂസ് ചെയ്യുന്ന എല്ലാ കമ്പനികളും ലാഭം ഉണ്ടാക്കുന്നു. ഇത് ട്രഡീഷണൽ രീതിയിൽ പോകുന്ന ആൾക്കാർക്ക് പണി കിട്ടി തുടങ്ങുമ്പോൾ ട്രഡീഷണൽ കമ്പനികൾ തന്നെ ഓട്ടോമാറ്റിക് ലേക്ക് മാറുമെന്നുള്ളതാണ്. ഇതിന് കുറച്ച് സമയം എടുക്കും എന്നുള്ളതാണ്. ഞാൻ ഈ പറഞ്ഞ ആ ഒരു വർക്ക് ഫ്ലോയും പൈപ്പ് ലൈനും ബിൽഡ് ചെയ്തെടുക്കാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ ശക്തമായിട്ട് അഡ്വാൻസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഉള്ള നിലവിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടൊരു പൈപ്പ് ലൈനോ വർക്ക് ഫ്ലോയോ ബിൽഡ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ എങ്ങനെയാണോ JC ഡാനിയൽ പണ്ട് ഇത്തരത്തിൽ ആ ഒരു മലയാള സിനിമയ്ക്ക് വേണ്ടിയിട്ട് ആ ഒരു വർക്ക് ഫ്ലോ ബിൽഡ് ചെയ്തത്, അതുപോലെ ഇനി ഒരു JC ഡാനിയൽ വരണം. അതായത് ഇന്ത്യൻ സിനിമയിൽ ആ ഒരു ഫിലിം മേക്കിങ്ങിൻ്റെ ആ ഒരു പ്രോപ്പർ പൈപ്പ് ലൈൻ ബിൽഡ് ചെയ്യാനായിട്ട്. അങ്ങനെ ഒരാൾ വരികയാണെങ്കിൽ അയാൾ ആദ്യമായിട്ട് സ്വന്തം കയ്യിൽ നിന്ന് പൈസ ഇട്ടിട്ട് സ്വന്തമായിട്ട് എഫേർട്ട് എടുത്തിട്ട് ആ ഒരു ഫിലിം ബിൽഡ് ചെയ്യാനായിട്ട് ശ്രമിച്ച് അത് ഇറക്കി പ്രൂവ് ചെയ്ത് കാണിക്കുന്ന സമയത്ത് ബാക്കി എല്ലാവരും അദ്ദേഹത്തെ വിശ്വസിക്കും. ആദ്യം ചിലപ്പോൾ തള്ളി പറഞ്ഞേക്കാം, പക്ഷേ പിന്നീട് എന്തായാലും വിശ്വസിക്കും. അങ്ങനെ ഒരു ഡയറക്ടർ വരികയാണെങ്കിൽ ഒരു പക്ഷേ അയാളായിരിക്കാം ഭാവിയിൽ ഇന്ത്യൻ ഫിലിമിൻ്റെ ഫാദർ എന്ന് അറിയപ്പെടുക. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഫിലിം മേക്കിംഗ് എന്നും അതിൻ്റെ ആ ഒരു വർക്കിംഗ് രീതി എങ്ങനെയായിരിക്കുമെന്നും ഏകദേശം ഒരു ധാരണ കിട്ടിയില്ലേ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും തന്നെ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും